ഹലോ ഗൈസ്, പത്രമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആദർശമോൻ ഈ സമയത്ത് എന്തായാലും ഇങ്ങോട്ട് വരുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നത് കനക പറയുന്നുണ്ട്. അപ്പോൾ ദേവയാനി പറയും, നയനമോളെ സ്നേഹിച്ചു തുടങ്ങിയ പിന്നെ അവൻ ഒരു നിമിഷം അവളെ കാണാതിരിക്കാൻ പറ്റില്ല, അതെനിക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടല്ലേ ഇപ്പം ലഞ്ച് ബ്രേക്കിൻ്റെ സമയത്ത് ഭാര്യയെ ഓർത്തപ്പോൾ ഇങ്ങോട്ട് ഓടിപ്പോകുന്നത്. എന്തായാലും അവർ കഴിക്കട്ടെ എന്നൊക്കെ പറയും. എന്നാലും നമ്മളെല്ലാവരോടും ഒരുമിച്ചിരുന്ന് കഴിക്കണമെന്നല്ലേ വിചാരിച്ചതെന്നൊക്കെ പറയുന്നുണ്ട് കനക. അത് സാരമില്ല, അതെന്നായാലും പറ്റുമല്ലോ. ഇപ്പം അവന് ഫുഡ് കൊടുക്കുക, അവരെല്ലാവരോടും ഇരുന്ന് കഴിക്കട്ടെ എന്നൊക്കെ പറയും. എന്നാലും ആദർശമോനെ ഇങ്ങനെ കബളിപ്പിക്കുന്നത് ശരിയാണോ എന്നാണ് ഞാൻ ഓർക്കുന്നത്. നമുക്കൊക്കെ ഇത്ര പ്രായമില്ലേ എന്നൊക്കെ ചോദിക്കും. അതൊക്കെ എനിക്കറിയാം കനകയെ, പക്ഷേ എന്താ ചെയ്യാനാ, എനിക്കത് അവരുടെയൊക്കെ മുമ്പിൽ അങ്ങ് ആകെ ചമ്മല. ഞാൻ നയനമോളെ സ്നേഹിക്കുന്നുണ്ടെന്ന് കാണിക്കാൻ എന്നൊക്കെ പറയും. അത് എന്തായാലും ഇപ്പോൾ എങ്ങാനും കണ്ടിരുന്നെങ്കിലോ ആദർശമോൻ ദേവയാനിയെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നാൽ എല്ലാ കളി ഇപ്പം പൊട്ടിയനം എന്നൊക്കെ പറഞ്ഞ് കനകയും ദേവയാനിയും ഭയങ്കര സന്തോഷത്തിലാണ് സംസാരിക്കുന്നത്. എന്തായാലും ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ, അല്ലെങ്കിൽ ആദർശമോന് വല്ല സംശയം തോന്നിയാലോ. എനിക്ക് സംശയമുണ്ട്, ശരിക്കും ആദർശമോന് സംശയം തോന്നിയിട്ടാണോ വന്നെന്നൊരു സംശയം ഉണ്ടെന്ന് പറയുന്നുണ്ട്. അവന് സംശയമൊന്നും കാണത്തില്ല എന്നാണ് ദേവയാനി പറയുന്നത്. ആദർശിൻ്റെ കൂടെ ആഹാരം കഴിക്കാനിരിക്കുമ്പോഴും എല്ലാവർക്കും ടെൻഷനാണ് ദേവയാനി അവിടെ ഉള്ളതെന്നുള്ള കാര്യം. ആദർശ് എങ്ങാനും അറിഞ്ഞാൽ എന്ത് പറയും എന്നുള്ള ടെൻഷനാണ്. അപ്പോൾ ആദർശ് അത് ശ്രദ്ധിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ചോദിക്കുന്നുണ്ട് ഇവരോട്, എന്താ എല്ലാവർക്കും ഒരു ടെൻഷൻ പോലെ, ഞാൻ വന്നത് എന്താ ഇഷ്ടപ്പെട്ടില്ലെന്നൊക്കെയും. അയ്യോ അങ്ങനെയൊന്നുമില്ല ആദർശേട്ടാ, ആദർശേട്ടൻ ഇങ്ങനെ പറയാതെ വന്ന കാരണം പെട്ടെന്ന് കണ്ടതിൻ്റെ ആ ഒരു ഇതാ എന്നൊക്കെ പറയാം. അതെന്താ, ഞാൻ എപ്പോഴും അങ്ങനെയൊക്കെ വരാറുള്ളതല്ലേ, പിന്നെന്താ ഇന്ന് അത്ര പ്രത്യേകത എന്നൊക്കെ ചോദിക്കും. അല്ല എന്നാലും ഇനി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കറികളൊക്കെ ഇഷ്ടപ്പെടാതിരിക്കുമോ എന്നൊക്കെ ഓർത്തിട്ടാണെന്ന് നയനയെന്ന് പറയും. അങ്ങനെയൊന്നുമില്ല, എനിക്ക് എല്ലാ കറികളും ഇഷ്ടമാണ്, അതൊക്കെ നിനക്ക് അറിയത്തില്ല എന്നൊക്കെ ചോദിക്കും. അതെ എന്നൊക്കെ പറയുമ്പോഴും എല്ലാവർക്കും അങ്ങ് ടെൻഷനാണ്. അത് ആദർശ് നോട്ട് ചെയ്യുന്നുണ്ട്. ആദർശ് നന്ദുവിനോട് പറയുന്നുണ്ട്, അനിയായിട്ട് ഇപ്പം കാണാറൊക്കെ ഉണ്ടോയെന്ന്. ഉടനെ പറയും, ഇല്ല ഞാൻ കാണാറില്ലെന്ന് പറയും. വല്ലപ്പോഴും ഒക്കെ എന്ന് പറയും. വിളിക്കാറുണ്ടോയെന്ന് ചോദിക്കും. അതും വല്ലപ്പോഴും എന്ന് പറയും. അപ്പോഴത്തേന് നവ്യ പറയുന്നുണ്ട്, എനിക്ക് സംശയമുണ്ട് ആദർശേട്ടാ, ഇവർ തമ്മിൽ കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെന്നാണ് തോന്നുന്നത്. ഇവരുടെ മനസ്സിൽ നിന്ന് ആ സ്നേഹബന്ധം പോയിട്ടില്ലെന്നാണ് തോന്നുന്നത്. അപ്പോൾ ആദർശ് നന്ദുവിനോട് പറയും, ഇനി അങ്ങനെയൊന്നും പാടില്ല മോളെ. എന്തായാലും അനാമിക അവൻ്റെ ജീവിതത്തിലേക്ക് വന്ന് അവനൊരു ഭാര്യയായി. അതുകൊണ്ട് നിങ്ങൾ ഇനി തമ്മിൽ കാണാനും സംസാരിക്കാനും ഒന്നും ശ്രമിക്കരുത്. പിന്നെ അനി വിളിച്ചാലും കഴിവതും മൈൻഡ് ഉണ്ടായി എന്നൊക്കെ പറയും. പിന്നെ മോളിതാന്ന് പറഞ്ഞ് ഇനി ക്യാമ്പിന് അങ്ങ് പോകുമല്ലോ. ക്യാമ്പിൽ ചെന്നാലും അനി വിളിക്കുമ്പോൾ ഒന്നും കൂടുതലും ഫോൺ കോളൊന്നും എടുക്കണ്ട. പതുക്കെ അവൻ്റെ മനസ്സിൽ നിന്ന് മോളെക്കുറിച്ചുള്ള ചിന്തകളൊക്കെ പോയി അനാമികയെ സ്നേഹിക്കാൻ തുടങ്ങിക്കോളും എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് കനക അങ്ങോട്ട് വരുമ്പോഴത്തേനും ആദർശിക്കും, അമ്മ എവിടെ പോയായിരുന്നു? അതുമോനെ ഞാൻ കുറച്ച് തുണി എടി വെച്ചിരുന്നു, അതൊന്ന് വിരിച്ചിടാൻ പോയതാണെന്നൊക്കെ പറയും. ആണോ, എന്നാൽ മോനെല്ലാം കഴിക്ക്, മോളെല്ലാം ആദർശന് കൊടുക്കെന്നൊക്കെ പറയും. അത് മതിയമ്മേ, എനിക്ക് ഇപ്പം തന്നെ വയറ് നിറഞ്ഞു, ഇനി ഞാനൊന്ന് വിശ്രമിക്കട്ടെ, കുറച്ച് നേരം അരമണിക്കൂർ കഴിഞ്ഞേ പോകുന്നുള്ളൂ, കുറച്ച് നേരം കിടക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ആദർശ് അങ്ങ് എഴുന്നേക്കും. കൈ എഴുകാനായിട്ട് തിരിയുന്ന ആദർശ് നോക്കുമ്പോൾ നയനയും കനകയും കൂടെ അങ്ങോട്ട് ചെല്ലെന്നൊക്കെ പറയുന്നത് കാണിക്കും. അത് എന്താ എന്ന് ചോദിക്കുന്നത് പറയും. കനക ഉടനെ വെള്ളം എടുത്ത് നയനയ്ക്ക് കൊടുക്കും. എന്നിട്ട് ആദർശ് അങ്ങോട്ട് പോകുന്ന പുറകെ നയനയോട് കനക പറയും, മോളെ പുറകെ ചെല്ല്, ആദർശ് വിശ്രമിക്കാനായിട്ട് പോകുന്ന മുറിയിലാണ് ദേവയാനി ഇരിക്കുന്നു പറയും. അപ്പോൾ ഇവരെല്ലാവരും അങ്ങ് ഞെട്ടും. എന്നിട്ട് പെട്ടെന്ന് തന്നെ നയന എഴുന്നേറ്റ് പുറകെ ചെല്ലും. എന്നിട്ട് ആദർശനോട് പറയും, ആദർശട്ടെ ഈ മുറി കയറണ്ട, ഈ മുറി മുഴുവൻ പൊടി പിടിച്ച് കിടക്കുകയെന്ന് പറയും. ഈ മുറിയിലോ, അതെന്താ അങ്ങനെ വൃത്തി ആക്കാതെ ഇട്ടിരുന്ന നീ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതെന്താ, ഞാൻ ഇങ്ങോട്ട് വരുന്നില്ലല്ലോ, അത് കാരണം അങ്ങനെ മുറിയൊന്നും ഉപയോഗിക്കുന്നില്ല, അത് കാരണമെന്ന് പറയും. എന്നാലും നമ്മുടെ വീട്ടിൽ ഒരുപാട് മുറികളുണ്ടല്ലോ, ആ മുറികളൊന്നും ഉപയോഗിക്കുന്നില്ലേ പോലും നീ അത് ക്ലീൻ ചെയ്തൊക്കെ ഇടാറില്ലായിരുന്നു എന്ന് ചോദിക്കും. അതിപ്പം ഇവിടെ അമ്മയ്ക്ക് വയ്യാതൊക്കെ ഇരിക്കുകയല്ലേ, നന്ദു ആണെങ്കിൽ അങ്ങനെ അടുക്കള ജോലിയൊന്നും ചെയ്യുന്ന ആളുമല്ല, ഞാൻ ഇങ്ങോട്ട് വരാറുമില്ലായിരുന്നല്ലോ, അതുകൊണ്ട് ആദർശേട്ടൻ ഇങ്ങോട്ട് നമുക്ക് വേറെ മുറി പോയിരിക്കാമെന്ന് പറഞ്ഞ് വേറൊരു മുറിയിലേക്ക് കൊണ്ടുപോയി ഇരുത്തും. എന്നിട്ട് ആകെ അങ്ങ് വെപ്രാളമാണ് നയനയ്ക്ക്. അപ്പോൾ ആദർശ് ചോദിക്കുന്നുണ്ട്, എന്താ നിനക്കൊരു വെപ്രാളം പോലെയെന്ന്. എനിക്ക് വെപ്രാളമൊന്നും ഇല്ലെന്ന് പറയും. എന്നാൽ നീ ഇപ്പം എൻ്റെ കൂടെ പോരുമല്ലേ എന്ന് ചോദിക്കും. ഉടനെ ഞാൻ നാളെ വന്നാൽ പോരെ, എന്തായാലും നന്ദു പോകുന്ന കാരണം നാളെ വരാം, ഇന്നിവിടെയൊക്കെ തങ്ങാനാന്നൊക്കെ പറയും.
എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, അമ്മ എന്നാലും വല്ല പ്രശ്നം ഉണ്ടാക്കിയാലോ എന്നാ ഓർക്കുന്നതെന്ന് പറയുന്നുണ്ട്. നയനയ്ക്ക് ചിരി വരുന്നുണ്ട്. അത് പക്ഷേ ആദർശ് കാണുകയും ചെയ്യും. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, ഞാൻ നിന്നെ ഹൃദയം കൊണ്ടാണ് സ്നേഹിക്കുന്നത്, അതുകൊണ്ട് എൻ്റെ സ്നേഹമെന്ന് പറയുന്നത് എല്ലാം തുറന്ന് കാണിക്കുന്ന തരത്തിലുള്ള ഒരു സ്നേഹമാണ്. അപ്പോൾ എൻ്റെ മുമ്പിൽ ആരും മറയ്ക്കുന്നത് എനിക്കിഷ്ടമല്ല എന്ന് പറയും. അതെന്താ ആദർശേട്ടൻ അങ്ങനെ ചോദിച്ചെന്ന് പറയും. അതല്ല, ഞാൻ ഇന്നിവിടെ വന്നത് ആർക്കും ഇഷ്ടപ്പെട്ടില്ല എന്ന് എനിക്ക് തോന്നി, എനിക്കങ്ങനെ ഫീൽ ചെയ്തെന്നൊക്കെ പറയും. ഉടനെ പറയും, അങ്ങനെയൊന്നുമില്ല ആദർശേട്ടന് തോന്നിയെന്ന് പറയും. അതല്ല, ഞാൻ എല്ലാവരെയും നല്ല ആത്മാർത്ഥതയോടെയാണ് സ്നേഹിക്കുന്നത്. അപ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ചെറിയൊരു അവഗണന പോലും വന്നാൽ എനിക്കത് സഹിക്കാൻ പറ്റില്ല. ആരും എൻ്റെ മുമ്പിൽ കള്ളത്തരം കാണിക്കുന്നത് എനിക്കിഷ്ടമല്ല, അതുകൊണ്ട് അത് എനിക്ക് സഹിക്കാൻ പറ്റത്തില്ലാത്ത കാര്യമാണെന്നൊക്കെ പറയും. അപ്പോൾ നയനെ അങ്ങ് നിന്ന് പരിഗണനൊക്കെ ഉണ്ട്. എന്നിട്ട് പറയും, അങ്ങനെയൊന്നും ആദർശേട്ടൻ ചിന്തിക്കേണ്ട, ആദർശേട്ടൻ എന്തായാലും റെസ്റ്റ് എടുക്കുക, അന്നേരത്തേന് ഞാനിപ്പം വരാമെന്ന് പറഞ്ഞ് നയനെ അങ്ങ് ഇറങ്ങി പോകുന്നുണ്ട്. അപ്പോൾ ആദർശന് ശരിക്കും സംശയമൊക്കെ ഉണ്ട്. ആദർശ് അപ്പം തന്നെ ഫോൺ എടുത്ത് മുത്തശ്ശിയും വിളിക്കുന്നുണ്ട്. അപ്പം മുത്തശ്ശി ഫോൺ എടുത്തിട്ട് എന്താ മോനെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതല്ല, അമ്മ എവിടെ ഉണ്ടോയെന്ന് അറിയാനാ മുത്തശ്ശി നിൽക്കും പറയും. ഉടനെ മുത്തശ്ശി പറയും, ഇല്ല മോനെ, കുറച്ച് മുമ്പേ അങ്ങോട്ട് പുറത്തോട്ടെങ്ങാണ്ട് പോയെന്ന് പറയും. എവിടെ പോയതാണെന്ന് പറഞ്ഞോന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ പറയുന്ന പതിവൊന്നും ഇല്ലല്ലോ, അത് കാരണം എവിടെ പോയതാണെന്ന് അറിയത്തില്ല, കൂട്ടുകാരെ കാണാൻ പോവുകയാണെന്നോ പുറത്തെന്തോ ആവശ്യങ്ങളുണ്ടെന്നോ ഒക്കെ പറഞ്ഞാൽ പോയത്, അതുകൊണ്ട് അറിയത്തില്ല മോനെ എന്ന് പറയും. മോൻ എവിടെയാണെന്ന് ചോദിക്കും. പറയും, ഞാൻ നയനയുടെ വീട്ടിലാണ് എന്ന് പറയും. ഊണ് കഴിക്കാൻ വന്നതാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അതെ, കഴിക്കാൻ വന്നതാന്ന് പറയും. അപ്പം കൊള്ളാം, അമ്മ അറിയുന്നുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയാണോ ഇപ്പം വിളിച്ചത്? അമ്മ അറിഞ്ഞാൽ ഉടനെ തന്നെ പുറകെ അങ്ങോട്ട് വരുമെന്ന് വിചാരിച്ച് കാണുമല്ലേ എന്നൊക്കെ ചോദിക്കും. അങ്ങനെയൊന്നുമല്ല മുത്തശ്ശി, എന്നാലും അമ്മ എന്ത് ചെയ്യുമെന്ന് അറിയാനായിട്ട് ചോദിച്ചെന്നേ ഉള്ളൂ, പിന്നീട് ഒരു പ്രശ്നം ഉണ്ടാകണ്ടല്ലോ എന്നൊക്കെ പറയും. എന്നിട്ട് ഉടനെ ആദർശം എന്നാൽ ശരി മുത്തശ്ശി എന്ന് പറഞ്ഞ് ഫോൺ അങ്ങ് വെക്കും. അപ്പം മുത്തശ്ശനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നയനമോളുടെ വീട്ടിലാണ് ആദർശ് ഇപ്പോൾ. അതിപ്പോൾ ദേവയാനി എങ്ങനെ അറിഞ്ഞാൽ പ്രശ്നം ഉണ്ടാക്കുമല്ലോ എന്ന് വിചാരിച്ചു ദേവയാനി എന്ത് ചെയ്യുന്ന അറിയാൻ വേണ്ടി വിളിച്ചതാണെന്ന് പറയും. അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട്, എങ്ങനെ നടന്ന പിള്ളേരാ, ഇപ്പം എന്തായാലും അവർ തമ്മിൽ നല്ല സ്നേഹത്തിലായല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം എന്താണ് മുത്തശ്ശൻ പറയും, അതൊക്കെ ആദർശിൻ്റെ മിടുക്കുകൊണ്ടല്ല, നയനമോളുടെ മിടുക്കുകൊണ്ടാണ്, പിന്നെ ദേവയാനിയും കൂടെ ഒന്ന് സ്നേഹിച്ചാൽ മതിയായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശൻ പിന്നെയും പറയും, എന്തായാലും ഇനി കരൾ കൊടുത്ത മരുമോളെ നന്നായിട്ട് സ്നേഹിക്കണം ദേവയാനി. സാധാരണ ദേവയാനിയുടെ ശുദ്ധ മനസ്സിന് സ്നേഹിക്കേണ്ടതാണ്, ഇനി താമസിയാതെ സ്നേഹിച്ചോളും. സ്നേഹിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൾ മുറുക്കെ പിടിക്കുന്ന ആളാണ്, അതുപോലെ സ്നേഹമുള്ളവളാണ് ദേവയാനി എന്നൊക്കെ പറയും. അതൊക്കെ പുറകെ നടക്കുമെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്, താമസിയാതെ എല്ലാം ശരിയാവുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നുണ്ട്, അതൊക്കെ ഞാൻ മുൻകൂട്ടി കാണുന്നു എന്നൊക്കെ മുത്തശ്ശൻ പറയും. അതൊക്കെ കേൾക്കുമ്പോൾ മുത്തശ്ശിക്ക് ഭയങ്കര സന്തോഷമാണ്. ദേവയാനി ആകെ ടെൻഷൻ അടിച്ച് മുറിയിൽ ഇങ്ങനെ വന്നപ്പം എനിക്കങ്ങ് പേടിയാവുന്നുണ്ടെന്നൊക്കെ കനക പറയും. ദേവയാനി പറയും, അതൊന്നും കുഴപ്പമില്ല, അങ്ങനെയൊന്നും പ്രശ്നമില്ല, ഇതൊക്കെ സോൾവ് ചെയ്യാനുള്ള കേസേ ഉള്ളെന്നൊക്കെ പറഞ്ഞ് ആഹാരം കഴിക്കുകയാണ് ദേവയാനി. എന്തായാലും ഇപ്പം കുറച്ച് ആഹാരം കഴിക്കുക, അത് കഴിയുമ്പോൾ ആദർശമോൻ പോയി കഴിയുമ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടി ഇരുന്ന് ഒന്നുകൂടെ കഴിക്കാമെന്നൊക്കെ കനക പറയും. അപ്പം ദേവയാനി പറയും, എനിക്ക് രണ്ടാമതൊന്നും കഴിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ദേവയാനി അങ്ങ് ആഹാരം കഴിക്കും. ആദർശ് പോകാൻ എഴുന്നേൽക്കുമ്പോഴത്തേന് നയന ആ മുറിയിലേക്ക് ഓടിക്കളിച്ചൊക്കെ വരുന്നുണ്ട്. എന്നിട്ട് ആദർശേട്ടാ പോകാൻ റെഡിയായെന്നൊക്കെ ചോദിക്കും. അതെ, ഞാൻ എന്തായാലും ഓഫീസിലേക്ക് പോവുക, നിന്നോടൊരു താങ്ക്സ് പറയാനുണ്ടെന്ന് പറയും. അതെന്തിനാന്ന് ചോദിക്കും. നീ കാരണം ഇപ്പം നമ്മുടെ ജ്വല്ലറി ഭയങ്കര സെയിലാണ് നടക്കുന്നത്, നയന കളക്ഷൻസിന് ഭയങ്കര സെയിലാണ്, ഇപ്പം വിലയൊക്കെ കൂടുതലൊക്കെ ആയതുകൊണ്ട് ജ്വല്ലറികളൊന്നും അങ്ങനെ ആരും ഒന്നും മേടിക്കാനൊന്നും കയറുന്നേ ഇല്ലായിരുന്നു. ആ സമയത്താണ് നമുക്കിപ്പോൾ ഇഷ്ടം പോലെ കച്ചവടം നടക്കുന്നത്, അതുകൊണ്ട് നിൻ്റെ അടുത്ത് എനിക്ക് നല്ല താങ്ക്സ് ഒക്കെ ഉണ്ടെന്ന് പറയും. അതൊന്നും സാരമില്ല എന്നൊക്കെ ഉള്ള പരുത്തി നയനെ അങ്ങ് ചിരിക്കുന്നുണ്ട്. എന്തായാലും നീ നാളെ തന്നെ അങ്ങ് വന്നേക്കണം, ഇനി അമ്മയെ എന്നാ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്ന അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആദർശ് അങ്ങ് ഇറങ്ങി വരും. ഗോവിന്ദൻ കനകയോട് പറയുന്നുണ്ട്, ഇതാ കള്ളം പറഞ്ഞാലുള്ള കുഴപ്പം, ഇപ്പം ആദർശമോനാകെ സംശയമായി കാണില്ലേ, അതൊക്കെ പിന്നീട് ഒരു പ്രശ്നമാകുമോ എന്നുള്ള പേടിയുണ്ട് എനിക്ക്, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നൊക്കെ പറയും. അപ്പോൾ ആദർശ് ഇറങ്ങി വരുമ്പോഴത്തേന് പറയുന്നുണ്ട്, എന്നാൽ ഞാൻ ഇറങ്ങിയേക്കുക, ഇവൾ
നാളെ വരുന്നുള്ളെന്നാ പറഞ്ഞെന്നൊക്കെ പറയും. അതെന്തായാലും സാരമില്ല മോനെ എന്നൊക്കെ പറഞ്ഞ് ഇവർ ആശ്വസിപ്പിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പം നന്ദു എന്ത് ചെയ്യുമെന്ന് ചോദിക്കുന്നുണ്ട്. എന്നാൽ നന്ദു ഇറങ്ങി വരും. അപ്പം നന്ദുവിനോട് പറഞ്ഞ പോലെ തന്നെ വീണ്ടും ആദർശ് പറയുന്നുണ്ട്, അനിയായിട്ട് വലിയ അടുപ്പത്തിനൊന്നും പോകരുത് എന്നൊക്കെ പറയും. പിന്നെ ഇനി ജോലിയൊക്കെ കിട്ടിക്കഴിയുമ്പം വലിയ വലിയ ആൾക്കാരുമായിട്ടൊക്കെ ഏറ്റുമുട്ടേണ്ടി വരും അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടൊക്കെ നിൽക്കണം എന്നൊക്കെ പറയും. ഉടനെ നന്ദു അങ്ങ് സന്തോഷത്തോടെ തന്നെയാണ് നിൽക്കുന്നത്. പിന്നെ തല്ല് കൊടുക്കേണ്ടവരാണെങ്കിൽ നല്ല തല്ല് കൊടുത്തേക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ നീ അനിയുടെ അച്ഛനെയും അമ്മയൊക്കെ വീട്ടിൽ കയറി തല്ലിയത് നീയാണെന്ന് അവരെല്ലാവരും പറയുന്നുണ്ട്. അതിൽ സത്യമാണെന്നും എനിക്കറിയാം. എൻ്റെ അനിയൻ്റെ ബന്ധുക്കാരായതുകൊണ്ട് മാത്രമാണ് ഞാൻ അവരെ തല്ലാതിരുന്നത്. അത് നീ എങ്കിലും ചെയ്തപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി. അതുകൊണ്ട് ഇനി നീ വേറൊരാളുടെ ദേഹത്തൂടെ കൈവെക്കേണ്ടി വരുമെന്നൊക്കെ പറയും. അത് ആരുടെയാണെന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട്. അനിയുടെയാണെന്ന് പറയും. കാരണം അനി നിൻ്റെ പുറകെ നടന്ന് ശല്യപ്പെടുത്തതിന് നീ അവനിട്ട് ഒരു പെടപടയ്ക്കേണ്ടി വരുമെന്നൊക്കെ പറയും. അതൊക്കെ കേൾക്കുമ്പോൾ നന്ദുവിന് അങ്ങ് ആകെ സങ്കടമൊക്കെയാണ്. എന്നാ പറയും, ഞാനങ്ങനെ ചുമ്മാ പറഞ്ഞെന്നേ ഉള്ളൂ, അവനെ ഇനി നീയുമായിട്ട് കാണാനൊന്നും ഇടവരുത്തരുത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കും. ഉടനെ നയന പറയുന്നുണ്ട്, അത് ഞാനും ആദർശേട്ടൻ അമ്മയൊക്കെ പറഞ്ഞ് ശരിയാക്കിയിട്ടുണ്ടെന്ന്. അമ്മ ഇവിടെ വന്നായിരുന്നോ ഇതൊക്കെ പറഞ്ഞു തരാനായിട്ട്? അമ്മ എപ്പോഴാണ് ഇങ്ങോട്ട് വന്നെന്നൊക്കെ ആദർശ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അങ്ങ് വീട്ടിലാകും. നയനയാണേലും പറഞ്ഞല്ലോ എന്നായി പോയി നിൽക്കുന്നുണ്ട്. ഉടനെ കനക പറയുന്നുണ്ട്, അത് കഴിഞ്ഞ ദിവസമൊക്കെ നയനമോളെ വിളിക്കാനായിട്ട് ആദർശ് മോൻ്റെ അമ്മ വന്നായിരുന്നല്ലോ, അന്നേരം നന്ദുമോളെ ഒന്ന് ഉപദേശിച്ചായിരുന്നു, അതാ മോൾ ഉദ്ദേശിച്ചെന്നൊക്കെ പറയും. അത് സാരമില്ല, എല്ലാവരും എന്തായാലും പറയുന്നുണ്ടല്ലോ, മോളതൊക്കെ മനസ്സിൽ വെച്ചേക്കണം എന്നൊക്കെ പറയും. ശരി ആദർശേട്ടാ, എനിക്ക് മനസ്സിലാകുന്നുണ്ടെന്നൊക്കെ നന്ദുവും പറയുന്നുണ്ട്. ഒരാക്കട്ടൊരാടി കൊടുക്കണം എന്ന് പറയുമ്പോഴത്തേന് എല്ലാവരും ചോദിക്കുന്നുണ്ട്, അഭിക്കട്ടാണോ എന്ന്. അവനിട്ട് തല്ലിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. അവനെൻ്റെ അനിയനായി പോയില്ലേ, പിന്നെ എന്നാ പറയാനാ. അവനെ ഞാൻ ചില ഉപദേശങ്ങളൊക്കെ കൊടുത്ത് നിർത്തിയിട്ടുണ്ട്. അവൻ നന്നാകുന്നെങ്കിൽ നന്നാകട്ടെ, നന്നായി കഴിഞ്ഞാൽ അവന് തന്നെ അതിൻ്റെ ഉപകാരമൊക്കെ കിട്ടുമല്ലോ. ഞാനതൊക്കെ അവനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് ഒക്കെ ഏറ്റിട്ടുണ്ടോ എന്നൊന്നും എനിക്കറിയത്തില്ല എന്നൊക്കെ ആദർശ് പറയുന്നുണ്ട്. എന്നാലും മോളിനി അനിയായിട്ട് വലിയ അടുപ്പത്തിനൊന്നും പോകണ്ട കേട്ടോ. ഇനിയിപ്പം അവനൊരു ഭാര്യയുണ്ടല്ലോ, അവൻ എങ്ങനെയും അവൻ്റെ ഭാര്യയെ സ്നേഹിക്കാനുള്ള ശ്രമം നടത്തട്ടെ. അപ്പം മോളാണ് ആനന്ദപുരിയിലൊരു പ്രശ്നമെന്ന് പിന്നീട് ആരും പറയരുതല്ലോ. മോള് അവനെ സ്നേഹിക്കുന്ന കാരണം അവരുടെ കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാകുന്നു എന്ന് മോളായിട്ട് പറയാൻ ഇടവരുത്തരുത്. നന്ദുവിന് മനസ്സിലാകുന്നുണ്ടല്ലോ എന്നൊക്കെ ആദർശ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ കനകയും പറയുന്നുണ്ട്, മോനെ അത് അവനുടെ മനസ്സിൽ കയറുന്ന പരുവത്തിലൊന്ന് മോൻ പറഞ്ഞേക്കണം, അപ്പോഴത്തേനും എല്ലാം ശരിയായിക്കോളും എന്നൊക്കെ പറയും. ഞാൻ പറയാറുണ്ടല്ലോ, എപ്പം വന്നാലും ഞാനതൊക്കെ പറയാറുണ്ടല്ലോ എന്ന് ആദർശ് പറയുന്നുണ്ട്. നന്ദുവിന് മനസ്സിലാകും, എനിക്കറിയാമെന്നും പറയും. അത് എല്ലാവരും പറയുന്നുണ്ട് മോനെ, പക്ഷേ ഇവളൊന്നും അങ്ങോട്ട് ശ്രദ്ധിക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നതെന്നൊക്കെ പറയും. അതെന്തായാലും സാരമില്ല, അതൊക്കെ മനസ്സിലായിട്ടുണ്ട്, എന്നാൽ ഞാൻ ഇറങ്ങുക എന്ന് പറഞ്ഞ് ഉടനെ ആദർശ് അങ്ങ് ഇറങ്ങും. അപ്പം നയന നന്ദുവിനോട് പറയുന്നുണ്ട്, കാര്യങ്ങളൊക്കെ പറഞ്ഞത് നിനക്ക് മനസ്സിലായല്ലോ അല്ലേ എന്ന്. എന്നിട്ട് പുറകെ ചെല്ലുന്ന ആദർശ് പറയുന്നുണ്ട്, നീ എപ്പോഴാണ് വരുന്നത്, നാളെ വരുമോ എന്നൊക്കെ ചോദിക്കും. എനിക്ക് എന്തായാലും ആദർശേട്ടനെ കാണാതെ അങ്ങനെ ഒരുപാട് നേരം ഇരിക്കാനൊന്നും പറ്റത്തില്ലല്ലോ. ഇനി അമ്മ എങ്ങാനും വിളിച്ചാൽ നീ അങ്ങ് വന്നേക്കണം എന്നൊക്കെ പറയും. അമ്മ വിളിച്ചാൽ പിന്നെ ഞാൻ വരാതിരിക്കുമോ ആദർശേട്ടാ, ഞാൻ പെട്ടെന്ന് അങ്ങ് വരുമെന്ന് പറയും. പിന്നെ ഒരു കാര്യം, നീ അങ്ങോട്ട് വരുമ്പോൾ മാത്രമേ ഇനി അമ്മയുടെ കാർ അങ്ങോട്ട് കൊണ്ടുവരുന്നുള്ളൂ എന്ന് ചോദിക്കുന്നുണ്ട്. അത് കേൾക്കുമ്പോഴത്തേന് നയനയാകെ വീട്ടിലാകുന്നുണ്ട്. എന്ത് ചെയ്യുമെന്ന് അറിയാതെ ഇങ്ങനെ പകച്ച് നിൽക്കുന്ന നയനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.